ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോരിച്ചൊരിയുന്ന മഴയത്ത് ഒറ്റപ്പെട്ടുപോയ പട്ടിക്കുട്ടനെ ആരാണ് രക്ഷിക്കുക? കാണണോ കൂട്ടുകാരെ? പണ്ടൊരിടത്ത് മ്യാവോ എന്നൊരു ഗ്രാമത്തിൽ സ്നേഹനിധികളായ ഒരു പൂച്ച കുടുംബം താമസിച്ചിരുന്നു. റോമിയോയും ലില്ലിയും അവരുടെ പ്രിയപ്പെട്ട മക്കളായ ടുട്ടുവും മിമിയും. ഉത്തമരായ മാതാപിതാക്കളായിരുന്ന അവർ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതിനു ശേഷമാണ് ജോലിക്ക് പോയിരുന്നത്. ടുട്ടുവിനും എനിക്കും പൊരിച്ച മീനാണ് ഇഷ്ടം. ലൂണയ്ക്ക് ഒരു ടൂണ കട്ട്ലറ്റ് കൂടി വെക്കണം. വാട്ടർ ബോട്ടിൽ മറക്കാതെ എടുക്കണം. അമ്മേ, ഓടി വായോ, ഈ മിമി എന്റെ വാലി ചവിട്ടിയിരിക്കുക, എനിക്ക് അനങ്ങാൻ പോലും വയ്യേ. അമ്മേ, ഈ ടുട്ടു വെറുതെ പറയുകയാ. ഞാനിവിടുന്ന് അനങ്ങിട്ട് കൂടെയില്ല. അവൻ എന്റെ ദേഹത്തേക്ക് ചാടി കയറിയത്. എന്തൊരു ബഹളമാരണ്ടും കൂടെ. കളിച്ചിരിക്കാതെ സ്കൂളിൽ പോകാൻ ഒരുങ്ങി. സ്കൂൾ ബസ് ഇപ്പൊ വരും. ഉമ്മപ്പല്ല് തേച്ച് കുളിച്ച് മിടുക്കരാവണ്ടേ. പിന്നെ ഞാൻ സോപ്പിൽ കുളിപ്പിക്കും. അയ്യോ, തണുക്കുന്നേ. ഈ ബ്രേക്ക്ഫാസ്റ്റ് മുഴുവൻ കഴിച്ചാൽ പെട്ടെന്ന് വളർന്ന് വലുതാണ്. ഇനി യൂണിഫോം ഇട്ട് നല്ല കുട്ടികളായി സ്കൂളിൽ പോകണം. ലില്ലി, നീ എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നു? നീ ഒരു സൂപ്പർ അമ്മ തന്നെയാ. അപ്പോഴേക്കും മഞ്ഞ സ്കൂൾ ബസ് വീട്ടുമുറ്റത്തെത്തി ഹോണടിക്കാൻ തുടങ്ങി. ബീപ് ബീപ്. പെട്ടെന്ന് തന്നെ ടുട്ടുവും മിമിയും ബാഗും എടുത്ത് ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോയി. അതിനു തൊട്ടു പിന്നാലെ തന്നെ റോമിയോയും ലില്ലിയും ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി. ലില്ലി, നീ ലാപ്ടോപ്പ് എടുത്തില്ലേ? നമുക്ക് പോയാലോ? ഒരു മഴയുള്ള അവധി ദിവസം അവർ കാറിൽ സ്ട്രീറ്റിലൂടെ പോകുമായിരുന്നു. പപ്പ, വണ്ടി നിർത്ത്. ആ പേപ്പർ ബോക്സ് തന്നെ നീങ്ങുന്നു, ഞാൻ കണ്ടതാ. പഴയ ഒരു കെട്ടിടത്തിന് സമീപം നനഞ്ഞു കുതിർന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ് ഇരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുള്ളിൽ തണുത്ത് വിറച്ച് ക്ഷീണിതനായ ഒരു പട്ടിക്കുട്ടി കിടപ്പുണ്ടായിരുന്നു. അമ്മേ, അച്ഛാ, നിങ്ങൾ എവിടെയാ? എനിക്ക് തണുത്തിട്ട് വയ്യ. റോമിയോ പെട്ടെന്ന് കാർ നിർത്തി പെട്ടിയുടെ അടുത്തേക്ക് നടന്നു. പിന്നാലെ ലില്ലി. അമ്മേ, എന്നെ എന്താ എടുക്കാത്ത? എനിക്ക് തീരെ വയ്യ. എന്നെ രക്ഷിക്ക പ്ലീസ്. ലില്ലി പെട്ടെന്ന് തന്നെ അവനെ കൈകളിൽ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചു. കരയില്ലാട്ടോ, നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ എവിടെയും പോവില്ല. ഇവന് നല്ല പനിയുണ്ടല്ലോ. എത്രയും വേഗം ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒട്ടും താമസിക്കാതെ അവർ വിസ്കർവുഡ് ഹോസ്പിറ്റലിൽ എത്തി. ഡോക്ടർ പ്ലീസ്. പേടിക്കാനൊന്നുമില്ല. വളരെ നേരം മഴയത്തു കിടന്നതിന്റെയാ. വിശപ്പും ക്ഷീണവും കൊണ്ട് തളർന്നിരിക്കുന്നു. പക്ഷെ സ്നേഹത്തോടെ പരിചരിച്ചാൽ പെട്ടെന്ന് മാറും. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം പട്ടിക്കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. പോകുന്നതിന് മുമ്പ് കുറച്ചു മരുന്നുകൾ നൽകിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ മരുന്നും ഭക്ഷണവും കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. കുറച്ചു ദിവസം വിശ്രമം കൂടി വേണം. ഈ ചൂട് കൊണ്ട് നീ കുറച്ചു നേരം വിശ്രമിക്കേ. ഈ മരുന്ന് കഴിച്ചാൽ പനി പെട്ടെന്ന് മാറും കേട്ടോ. ഈ ചൂട് പാലും കുടിച്ച് ഭക്ഷണം കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കണ്ടേ? എന്നിട്ട് നമുക്ക് കളിക്കണം. മധുരമുള്ള ബൗബൗ ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവനെ നമുക്ക് ബോബോ എന്ന് വിളിക്കാം. അത് കൊള്ളാം, നല്ല പേരാ. നമുക്കിവനെ മ്യാവ് മ്യാവ് കൂടി പഠിപ്പിക്കണം. ബോബോ, നീ നന്നായി ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എല്ലാം മാറും. ഞാൻ ആർക്കും എന്നെ വേണ്ടാന്ന്
കരുതി. താങ്ക്സ് പപ്പ. അടുത്ത ദിവസം ബോബോയെ അവർ ടുട്ടുവിന്റെയും മിന്നിയുടെയും സ്കൂളിൽ ചേർക്കാനായി കൊണ്ടുപോയി. അവിടുത്തെ ടീച്ചറാണ് മിസ് ബെല്ല. വെൽക്കം ടു വിസ്കവുഡ് അക്കാഡമി. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇതാരാ പുതിയൊരാള്? ബെല്ലാമീസ്, ഇതാണ് ബൗ ബൗ. ഇവനെ ഞങ്ങൾക്ക് ഇന്നലെ മഴയത്ത് വഴിയിൽ കിടന്ന് കിട്ടിയതാ. ഇവനെ കൂടി നമ്മുടെ ക്ലാസ്സിൽ ചേർക്കാമോ? ബോബു, നിനക്ക് ഈ സ്കൂളിലേക്ക് സ്വാഗതം. ഇവിടെ എഴുത്തും വായനയും മാത്രമല്ല പഠിപ്പിക്കുന്നത്, ദയ, സ്നേഹം മുതലായ മൂല്യങ്ങൾ കൂടി പഠിക്കുന്നുണ്ട്. നന്നായി പഠിച്ചു വാ ബോബു. അന്നു മുതൽ ബോബോ സ്കൂളിൽ പോയി എഴുത്തും വായനയും പഠിക്കാൻ തുടങ്ങി. ബോബു, നീ നിന്റെ പേരെഴുതാൻ പഠിച്ചല്ലോ. നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. താങ്ക് യു ടീച്ചർ. ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ അഭിനന്ദിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും ബോബോയെ അവർ പിസ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയിരുന്നു. എല്ലാവർക്കും പിസ്സ തന്നെയല്ലേ ഇഷ്ടം? നമുക്ക് ഫിഷ് പിസ്സ, ബോബോയ്ക്ക് ബോൺ പിസ്സ. ഇന്നത്തെ പിസ്സ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഡിന്നറിന് ശേഷം അവർ അടുത്തുള്ള പാർക്കിലേക്ക് കളിക്കാനായി പോയി. ഹോയ്. ബലൂണുമായി ബോബോ അവിടെ എല്ലാം ഓടിക്കളിച്ചു. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കും. ആർക്കാണ് ഏറ്റവും വേഗത്തിൽ ഓടി കയറാൻ പറ്റുന്നതെന്ന് നോക്കാം. കളികളൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാറിലിരുന്ന് ബോബോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, എന്തൊരു രസം! ഈ ലോകം ഇത്രയും സന്തോഷം നിറഞ്ഞതാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായേ. ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ ഗേറ്റിനടുത്ത് ക്ഷീണിച്ചവശരായ 2 പട്ടികൾ നിൽക്കുന്നത് ബോബോ കണ്ടു. എന്റെ മോനെ, നീ എവിടെയായിരുന്നു? നീ എങ്ങനെയാ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു? എല്ലാ വഴികളും ഞങ്ങൾ തിരഞ്ഞു. എന്നേക്കുമായി നിന്നെ നഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതി. ഞാൻ പേടിച്ച് വിറച്ചു പോയിരുന്നു അമ്മ. പക്ഷെ മറ്റൊരു പപ്പയും അമ്മയും എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി. ഭാഗ്യം, ഒന്നും സംഭവിക്കാതെ തന്നെ മകനെ തിരിച്ചു കിട്ടിയല്ലോ. അന്ന് വൈകിട്ട് ബോബോ പപ്പപ്പൂച്ചയുടെയും അമ്മപ്പൂച്ചയുടെയും അടുത്ത് യാത്ര പറയാനായി എത്തി. അവൻ ഓടിക്കളിച്ചു നടന്ന സ്ഥലങ്ങളൊന്നൊന്നായി യാത്ര പറഞ്ഞു. എനിക്ക് ഇവിടുന്ന് പോവാൻ ഇഷ്ടമില്ല. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ വേറെ ആരുമില്ല. പപ്പ എനിക്ക് മരുന്ന് തന്നു നോക്കിയതിനും പാഠങ്ങൾ പഠിപ്പിച്ചു തന്നതിനും എല്ലാം നന്ദി. മമ്മ പാല് തന്നതിനും കഥ പറഞ്ഞുറക്കിയതിനും കുളിപ്പിച്ച് സുന്ദരനാക്കിയതിനും എല്ലാം നന്ദി. രൂപു, നീ എന്നും എന്റെ മകനാണ്. നിനക്കിപ്പോ 2 അച്ഛനും അമ്മയും ഉണ്ട്. ഇനി ഡ്രാഗൺ വരയ്ക്കുമ്പോ ആരാണ് എന്റെ കൂടെ കൂടുന്നത്? ഇനി കഥ പറയുന്ന സമയത്ത് മണ്ടത്തരങ്ങൾ പറയാൻ ആരാണ് കൂടെ ഉള്ളത്? എപ്പോഴും നിങ്ങൾ 2 പേരും എന്റെ സഹോദരങ്ങളായിരിക്കും. എപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്പം ഞാനിവിടെ ഓടിയെത്തും. അധികമൊന്നും സംസാരിക്കാതെ ദുഃഖത്തോടെ അവർ ബോബുവിനെ അവന്റെ മാതാപിതാക്കളോടൊപ്പം യാത്രയാക്കി. അച്ഛാ, അമ്മേ, നമുക്ക് പോവാം. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ പട്ടിക്കുട്ടന് സ്നേഹം നിറഞ്ഞ 2 കുടുംബങ്ങളെ ഒരുമിച്ച് കിട്ടി. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ? സ്നേഹം അമൂല്യമായ നിധിയാണ്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ തിരിച്ചു കിട്ടും. നമ്മുടെ മനസ്സ് തുറന്ന് സ്നേഹിച്ചാൽ മാത്രം മതി. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.